ഒന്നും പറയണ്ടേ ചേച്ചി. ഇന്നലെ രാത്രി എവിടെ നിന്നെങ്ങാണ്ടോ എന്തോ ചീഞ്ഞ സാധനവും വലിച്ചു കയറ്റിക്കൊണ്ട് എൻ്റെ മേത്ത് കയറാൻ വന്നു. ഞാൻ സമ്മതിച്ചില്ല. അതിൻ്റെ ഇളക്കോ അവിടെ കിടന്ന് തുള്ളുന്നുണ്ട്. ചേച്ചി, എനിക്കിതൊക്കെ ചെയ്യണമെങ്കിൽ ആദ്യം എൻ്റെ മൈൻഡ് സെറ്റാവണം. അങ്ങേർക്ക് മൈൻഡ് സെറ്റാവണമെങ്കിൽ കാര്യം നടക്കണം. സ്വന്തം കാര്യം കഴിഞ്ഞ് എണീറ്റ് പോവുകയും ചെയ്യും. സ്ഥിരം ഇതന്നെ പരിപാടി. അപ്പം പിന്നെ നിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? സ്വയം സന്തോഷിപ്പിക്കാനുള്ള കഴിവ് കൂടി സൃഷ്ടാവൻ നമുക്ക് തന്നിട്ടുണ്ടല്ലോ. ഞാനത് ഹാപ്പിയാ. അത് തന്നെ സെൽഫി. മാഡം കുറച്ചു നേരം പുറത്ത് വെയിറ്റ് ചെയ്തോളൂ, ഞാൻ വിളിക്കാം. ഈ സൃഷ്ടാവ് സെൽഫിയും അതെന്തോന്നാ? ആ ആ ആ No. നീ എപ്പോഴാണ് ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയത്? എപ്പോഴാന്നൊക്കെ ചോദിച്ചാ ചെറുപ്പത്തിൽ എപ്പോഴോ തപ്പി പിടിച്ച് കണ്ടെത്തിയതാ. ഞാൻ ഈ അടുത്ത കാലത്ത് ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞ. ഈ അടുത്തോ? ആ, പ്രിയക്കറിയാമല്ലോ, എനിക്ക് ആങ്സൈറ്റിയും സ്ട്രെസ്സൊക്കെ കുറച്ച് കൂടുതലാണ്. കുറേ കാലമായിട്ട് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ ഉറക്കമൊന്നും അങ്ങ് ശരിയാവുന്നില്ല. പിന്നെ ഇതിനെക്കുറിച്ചൊക്കെ ഒരാളോട് ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ ഈ ടോപ്പിക്കിലെത്തി. ആ, ഭയങ്കര സ്ട്രെസ്സൊക്കെ ഉള്ളപ്പോൾ ഒന്ന് റിലാക്സ്ഡ് ആവാൻ നല്ലതാ. ആരാ പറഞ്ഞേ? കൗൺസിൽ ചെയ്യുന്ന ആളാ? അല്ല, പിന്നെ നമ്മുടെ ഉണ്ണിയേട്ടൻ. ഉണ്ണിയേട്ടനോ? ആ, നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ? അങ്ങനെ സംസാരിച്ചതല്ല. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആളുടെ കാര്യങ്ങൾ പറഞ്ഞു. ഈ എക്സസൈസ്, തെറാപ്പി, അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ ഈ വിഷയത്തിലോട്ട് വന്നതേ ഉള്ളൂ. സത്യത്തിൽ എന്നോട് ഇത്ര ഓപ്പണായി ആദ്യമായിട്ട് ഒരാൾ സംസാരിക്കുന്നത്. നമ്മൾ തന്നെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇപ്പോഴല്ലേ. നമ്മുടെ വീട്ടുകാരോ കൂട്ടുകാരോ ടീച്ചർമാരോ ഒന്നും നമ്മളോട് ഇങ്ങനെ സംസാരിച്ചിട്ടില്ലല്ലോ. അതൊക്കെ ശരി തന്നെ ചേച്ചി. പക്ഷെ വേറെ എന്തെങ്കിലും ഉദ്ദേശമായിരിക്കോ? എന്തുദ്ദേശം?